ശരി, നമ്മൾ നേരെ പോകുന്നത് കോഴിക്കോടേക്കാണ്. അവിടെ 7 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ദീപിക അന്തർജനം എന്നിവരെയാണ് പിടികൂടിയത്. ഇന്നലെ ഹൈക്കോടതി പ്രതികൾക്കായി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. അതിഥിയുടെ കൊലപാതകത്തിൽ ഇരുവരുടെയും ശിക്ഷാവിധി ഇന്ന്. കോഴിക്കോട് നിന്ന് ടി നന്ദഗോപാൽ വിശദാംശങ്ങൾ നൽകും. നന്ദഗോപാൽ, ഈ അതിഥി നമ്പൂതിരിയുടെ കൊലപാതകം അത് വലിയ വാർത്തയും വിവാദവുമായ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതിലെയാണ് പ്രതികൾ ഇപ്പോൾ വീണ്ടും കസ്റ്റഡിയിലായിരിക്കുന്നത്. എന്തൊക്കെ സംഭവ വികാസങ്ങൾ ഉണ്ടായി? ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതായത് വലിയ ചർച്ചയായ സംഭവമായിരുന്നു 2013 ഈ അതിഥിയുടെ മരണം. അതിൽ ഈ അച്ഛനും രണ്ടാനമ്മയും ക്രൂരമായ പീഡനമാണ് ആ കുട്ടിക്ക് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് ആ കുട്ടിക്ക് മരണം സംഭവിക്കുകയും ചെയ്തത്. പക്ഷേ വിചാരണ കോടതി കണ്ടെത്തിയ സംഭവം ഇതിൽ കൊലപാതകം നടന്നിട്ടില്ല, പകരം ഈ കുട്ടിക്ക് മർദ്ദനമേൽക്കുക മാത്രമാണ് ചെയ്തത്. അത് പക്ഷേ കൊലപാതകമാണ് എന്ന് തെളിയിക്കാൻ വിചാരണ കോടതിയിൽ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീൽ അനുസരിച്ച് ഇതിൽ ഈ കൊലപാതകത്തിൽ ശിക്ഷ വിധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം തന്നെ ഇവർക്ക് രണ്ടുപേരുടെയും പേരിൽ വാറണ്ട് ഹൈക്കോടതി പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് നടക്കാവ് പോലീസും സൈബർ സെല്ലും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇന്നലെ രാമനാട്ടുകര KSRTCയിൽ വെച്ച രണ്ടുപേരെയും പിടികൂടുന്നത്. ഏതായാലും ഇന്നലെ തന്നെ ഇവരെ കൊച്ചിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ഹൈക്കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നാണ് ഈ കൊലപാതക കുറ്റത്തിൽ ശിക്ഷ വിധിക്കുന്നത്. അതിഥി നമ്പൂതിരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷയാണ്. സേഫിന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, കാര്യം എല്ലാവരും വളരെ ശ്രദ്ധിച്ച ഒരു കേസ് കൂടിയായിരുന്നു. കാരണം ആ കുഞ്ഞിനെ വളരെ ക്രൂരമായി മനുഷ്യമനസാക്ഷിയെ മുറിവേൽപ്പിച്ച അങ്ങേയറ്റം ക്രൂരമായ ഒരു കൃത്യമായിരുന്നു അത്. അപ്പൊ മരണത്തിലെങ്കിൽ ആ കുഞ്ഞിന് നീതി കിട്ടുമോ എന്നുള്ളതാണ് ഇന്നത്തെ വിധി എന്താവും എന്നുള്ള കാര്യമൊക്കെ പുറത്തായിരുന്നു. അതാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. തോന്നുന്നു കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്.